Welcome to BSc Main Physics, Paper 2, Semester 6, Paper 2, Nuclear and Particle Physics. This is Nuclear Reaction Chapter, and today the topic is Neutron and Compound Nucleus. Two separate topics, Neutron, one topic, and Compound Nucleus, another topic. And with this lecture, this chapter will be over. Neutron and Compound Nucleus. Paper 2, Nuclear and Particle Physics, BSc Physics Main. Class number 29. So neutron and its properties. At the first we study neutron and its properties. And this is a question. What is a neutron? Gives properties. You know something about a neutron, and we give some additional points. That is all. What is a neutron? Give its properties. അപ്പോൾ എന്താണ് ന്യൂട്രോൺ? അതിൻ്റെ പ്രോപ്പർട്ടി പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ന്യൂട്രോണിനെ കുറിച്ച് അറിയാം. ഇറ്റ്സ് എ ന്യൂട്രൽ പാർട്ടിക്കിൾ. ഇറ്റ്സ് എ ന്യൂക്ലിയോൺ. ദ മാസ് ഇസ് ആൾമോസ്റ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. ചാർജ്ലെസ് പാർട്ടിക്കിൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇവിടെ. Neutron is a neutral particle, its mass is almost equal to that of proton, it has no charge, etc. we know. And that is once again repeated with some additional points. Additional ആയിട്ട് ചില പോയിന്റ് കൂടി ഇവിടെ ന്യൂട്രോണിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. What is a neutron? Give its properties. Neutron is one of the fundamental particles constituting the nuclei of atoms. ആറ്റമുകളുടെ ന്യൂക്ലിയസിൽ വരുന്ന അടിസ്ഥാന കണങ്ങളിൽ ഒന്നാണ് ന്യൂട്രോൺ. Neutron is one of the fundamental particles constituting the nuclei of atoms. Following are the important properties of neutron. അപ്പോൾ ഇനി പറയുന്നതാണ് ന്യൂട്രോണിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ന്യൂട്രോൺ ചാർജ് നമുക്കറിയാം, ഇറ്റ് ഇസ് ചാർജ്ലെസ്, നോ ചാർജ് പാർട്ടിക്കിളാണ്. ന്യൂട്രോൺസ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ. ന്യൂട്രോൺസ് ക്യാരി നോ ചാർജ്. As they pass through matter, they are neither affected by the positive charge on the nucleus or by the negative charge on the extranuclear electrons. അപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങും. അവയെ നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയർ ഇലക്ട്രോൺസ് എന്ന് പറയും. ഇവയൊന്നും ന്യൂട്രോണിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പ്രോട്ടോണിൻ്റെ ചാർജോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജോ ഒന്നും ന്യൂട്രോണിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ന്യൂട്രൽ പാർട്ടിക്കിളാണ്. പ്രോട്ടോൺ അട്രാക്റ്റ് ചെയ്യില്ല, ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യില്ല. ന്യൂട്രോൺ ഹാസ് നോ ചാർജ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കരുതുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, ഡീകേ ഓഫ് ന്യൂട്രോൺ. ന്യൂട്രോൺ ഡീകേ സംഭവിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഡീകേ ഓഫ് ന്യൂട്രോൺ അത് ഡീകേ ചെയ്താൽ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ് ന്യൂട്രോൺ ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ന്യൂട്രോൺ ഒരു അൺസ്റ്റേബിൾ പാർട്ടിക്കിളാണ്. പ്രോട്ടോൺ ഇലക്ട്രോൺ പോലെ അല്ല. ഇൻ ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ് ദ ന്യൂട്രോൺ ഈസ് അൺസ്റ്റേബിൾ അൺലൈക്ക് ദ പ്രോട്ടോൺ ആൻഡ് ദി ഇലക്ട്രോൺ. പ്രോട്ടോൺ പോലെ സ്റ്റേബിൾ പാർട്ടിക്കിളല്ല ഈ ന്യൂട്രോൺ. അത് അൺസ്റ്റേബിളാണ്. ദ ന്യൂട്രോൺ ഡിക്കേസ് വിത്ത് ദി എമിഷൻ ഓഫ് എ ബീറ്റ പാർട്ടിക്കിൾ പ്ലസ് എ ന്യൂട്രിനോ. ഒരു ന്യൂട്രോൺ ഡിക്കേ ചെയ്താൽ നമുക്കൊരു ഇലക്ട്രോണും ബീറ്റ പാർട്ടിക്കിളും അതിനൊപ്പം ഒരു ന്യൂട്രോണും കിട്ടും. ലിവിങ് എ പ്രോട്ടോൺ, കൂട്ടത്തിൽ പ്രോട്ടോണും കിട്ടും. ഇതാണ് ഇതിൻ്റെ ഡിക്കേ ഫോം. ഡിക്കേ സ്കീമാണ്, ന്യൂട്രോൺ ഡിക്കേ സ്കീമാണ് എഴുതിയിരിക്കുന്നത്. ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ന്യൂട്രിനോ പ്ലസ് അഡീഷണൽ ഒരു -82 keV എനർജി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ എൻഡോelectric reaction. -82 keV energy is required for this process. Number 3, half life. അപ്പോൾ ഇത് ന്യൂട്രോൺ എന്ന് പറയുന്ന അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ ആണല്ലോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡിഗ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് എത്ര വരും? ഹാഫ് ലൈഫ് ഓഫ് ന്യൂട്രോൺ ഈസ് എബൌട്ട് 13 മിനിറ്റ്. ഒരു 13 മിനിറ്റ് വരെയാണ് സാധാരണ സാഹചര്യത്തിൽ ന്യൂട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ന്യൂട്രോൺ സ്പിൻ, അടുത്ത പ്രോപ്പർട്ടിയാണ് ന്യൂട്രോണിൻ്റെ. Neutron spin. Heisenberg suggested that the spin of neutron may be half, or spin angular momentum is half h cut, and it has been confirmed by experiment. അപ്പോൾ പ്രോട്ടോൺ പോലെ ന്യൂട്രോണിൻ്റെ സ്പിൻ ഹാഫാണ്, അല്ലെങ്കിൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഹാഫ് എച്ച് കട്ടാണ്. എച്ച് കട്ട് അറിയാമല്ലോ, h/2π. ഹാഫിൽ h/2π ആണ് ഈ ന്യൂട്രോണിൻ്റെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം. അല്ലെങ്കിൽ സ്പിൻ പറയുകയാണെങ്കിൽ ഹാഫ് എന്ന് പറയും. അത് എക്സ്പെരിമെൻ്റലായിട്ട് കൺഫേം ചെയ്ത കാര്യമാണ്. നമ്പർ 5, ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ. ന്യൂട്രോണിന് ഈ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ പോലെ ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ ഉണ്ട്. Neutron diffraction. Neutrons are diffracted by crystals similar to X-rays.
ഏതെങ്കിലും എക്സ്റേസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ക്രിസ്റ്റൽസ് ഡിഫ്രാക്റ്റ് ചെയ്യും, അതേപോലെ ന്യൂട്രോൺസിനെ ഡിഫ്രാക്റ്റ് ചെയ്യാറുണ്ട്. ഓളൻ ഹാസ് ഒബ്റ്റൈൻഡ്, ഓളൻ WOLLAN, ഓളൻ ഹാസ് ഒബ്റ്റൈൻഡ് ലോ സ്പോട്ട് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ സ്പോട്ടുകളാണ്. ലോ ഡിഫ്രാക്ഷൻസ് പാറ്റേൺ അല്ലെങ്കിൽ അത് എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേണുകളാണ്. ലോ ഡിഫ്രാക്ഷൻ പാറ്റേൺ വിത്ത് തെർമൽ ന്യൂട്രോൺ യൂസിങ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ കൊണ്ട് നമുക്ക് ന്യൂട്രോൺ ഡിഫ്രാക്റ്റ് ചെയ്യാം. ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ ഈസ് എ വെരി വാല്യുബിൾ ടെക്നിക്ക് ഫോർ ദി സ്റ്റഡി ഓഫ് മോളിക്കുലാർ സ്ട്രക്ചർ. മോളിക്കുലാർ സ്ട്രക്ചർ പഠിക്കുന്നതിന് ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ വളരെ നല്ലൊരു ടൂളാണ്. കാരണം ന്യൂട്രോൺ വെച്ചാൽ ഇവിടെയും കടന്നു ചെല്ലാം, ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഈ മോളിക്കുലാർ സ്ട്രക്ചർ പഠിക്കാനായിട്ട് ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ ഒരു ബെസ്റ്റ് സ്യൂട്ടഡ് മെത്തേഡാണ്. സോ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ന്യൂട്രോൺ? ഗീവ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ന്യൂട്രോൺ എന്താണെന്ന് പറയണം, അതിൻ്റെ പ്രോപ്പർട്ടി. മുകളിൽ കാണുന്നതാണ് പ്രധാന പ്രോപ്പർട്ടീസ്. ഇനി തെർമൽ ന്യൂട്രോൺ എന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറയാത്തൊരു കാര്യം തെർമൽ ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോണെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. ഇനി ന്യൂട്രോണിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ആ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോഴാണ് തെർമൽ ന്യൂട്രോൺ വരുന്നത്. പലതരം ന്യൂട്രോൺസ് ഉണ്ട്. അതിൽ തെർമൽ ന്യൂട്രോൺ എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. കാരണം ഇനി നമ്മൾ പഠിക്കുന്ന ന്യൂക്ലിയർ ഫിഷനകത്ത് ഇത്തരം തെർമൽ ന്യൂട്രോൺസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തെർമൽ ന്യൂട്രോൺസ് ഇപ്പോൾ നമുക്ക് കേട്ടാൽ തോന്നും ഈ തെർമൽ ന്യൂട്രോൺസ് എന്തോ ചൂട് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂട്രോൺസാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കുക. തെർമൽ ന്യൂട്രോൺസ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂട്രോൺസ്. Neutrons are classified as one slow neutron or two fast neutrons depending upon their kinetic energy. ഇതാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. കൈനറ്റിക് എനർജിയുടെ അടിസ്ഥാനത്തിൽ ന്യൂട്രോൺസിനെ നമ്മൾ സ്ലോ ന്യൂട്രോണായിട്ടും ഫാസ്റ്റ് ന്യൂട്രോൺസായിട്ടും ഭാഗിക്കും. അതിലാണ് ഈ തെർമൽ ന്യൂട്രോൺസ് വരുന്നത്. തെർമൽ ന്യൂട്രോൺസാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയുടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. സ്ലോ ന്യൂട്രോൺസ്. ഫോർ ദീസ് ന്യൂട്രോൺസ് കൈനറ്റിക് എനർജി ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1 keV. ഇപ്പോൾ സ്ലോ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി 0-യുടെയും 1 keV-യുടെയും കിലോ ഇലക്ട്രോൺ വോൾട്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും. ഫോർ ദീസ് സ്ലോ ന്യൂട്രോൺസ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1 keV. Neutron having energy less than 1 keV are called slow neutrons. ഒരു കിലോ ഇലക്ട്രോൺ വോൾട്ടിൽ കുറവുള്ള ന്യൂട്രോൺസിനെ നമ്മൾ സ്ലോ ന്യൂട്രോൺസ് എന്ന് പറയും. സ്ലോ ന്യൂട്രോൺസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് കോൾഡ് ന്യൂട്രോൺസ്, തെർമൽ ന്യൂട്രോൺസ്. യു സി ദ തെർമൽ ന്യൂട്രോൺസ്, ഇറ്റ് ഈസ് അണ്ടർലൈൻഡ് ഫോർ യുവർ സ്പെഷ്യൽ അറ്റൻഷൻ. കോൾഡ് ന്യൂട്രോൺസ്, തെർമൽ ന്യൂട്രോൺസ്, എപ്പിതെർമൽ ന്യൂട്രോൺസ്, റെസൊണൻസ് ന്യൂട്രോൺസ്, അങ്ങനെയൊക്കെയാണ് ഭാഗിക്കുന്നത്. സ്ലോ ന്യൂട്രോൺസ് ആർ ക്ലാസിഫൈഡ് ആസ് cold neutrons, thermal neutrons, epithermal neutrons, resonance neutrons. അങ്ങനെ നമ്മളൊരു 4 എണ്ണമായിട്ട് ഭാഗിക്കും. അതിൽ ഈ ബാക്കി 3 പറയുന്നില്ല. ഈ തെർമൽ ന്യൂട്രോൺ എന്താണെന്ന് പറയുകയാണ്. പിന്നെ ഒരു ഡിലൈഡ് ന്യൂട്രോൺ ഉണ്ട് കേട്ടോ. പ്രോബ്ഡ് ന്യൂട്രോൺ, ഡിലൈഡ് ന്യൂട്രോൺ ഉണ്ട്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പറയുന്നത്. ഡിലൈഡ് ന്യൂട്രോൺ അത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ തെർമൽ ന്യൂട്രോൺ ഇതാ നോക്കുക. തെർമൽ ന്യൂട്രോൺ, slow neutrons which are in thermal equilibrium with the medium through which they pass are called thermal neutrons. That is the meaning. അപ്പോൾ തെർമൽ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പോകുന്ന മീഡിയം, അത് കടന്നു പോകുന്ന മീഡിയത്തിന് എന്ത് ടെമ്പറേച്ചറാണോ ആ ടെമ്പറേച്ചർ തന്നെയാണ് ന്യൂട്രോണിൻ്റെ. അതായത് മീഡിയത്തിൻ്റെ, ഇത് സഞ്ചരിക്കുന്ന മീഡിയത്തിൻ്റെയും ഈ ന്യൂട്രോണിൻ്റെയും ടെമ്പറേച്ചർ ഒന്ന് തന്നെ ആയിരിക്കണം. അവ തെർമൽ ഇക്വിലിബ്രിയത്തിലാകണം. അങ്ങനെയാണെങ്കിലാണ് തെർമൽ ന്യൂട്രോൺ എന്നുള്ള പേര് വിളിക്കുക. സ്ലോ ന്യൂട്രോൺ വിച്ച് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദി മീഡിയം ത്രൂ വിച്ച് ദേ പാസ് ആർ കോൾഡ് തെർമൽ ന്യൂട്രോൺസ്. സ്ലോ ന്യൂട്രോൺസ് വിച്ച് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദി മീഡിയം ത്രൂ വിച്ച് ദേ പാസ് ആർ കോൾഡ് തെർമൽ ന്യൂട്രോൺസ്. ദേ എക്സിബിറ്റ് എ മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ദി ടെമ്പറേച്ചർ ഓഫ് ദി മീഡിയം. അപ്പോൾ മീഡിയം ടെമ്പറേച്ചറുമായിട്ട് ഒരു മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ അനുസരിക്കും. മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റീസ് ഗിവൺ ബൈ. ഇപ്പോൾ മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ ഫോർ വെലോസിറ്റി എന്താണ് നോക്കുക. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ.
ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചോളൂ. തെർമൽ ന്യൂട്രോൺ ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ പറയുന്നത് ഒരു അട്രാക്ഷനാണ്. dn is equal to av square e raised to minus half mv square by kt dv, where v is the velocity of neutron, t absolute temperature, m is the mass of electron, k is Boltzmann's constant, and dn is the number of neutrons. V is the velocity of neutron, t is absolute temperature, m mass, k Boltzmann's constant, v velocity, a is a constant, and dn is the number of neutrons. അപ്പോൾ അതാണ് ഈ തെർമൽ ന്യൂട്രോൺസിൻ്റെ ഒരു നോട്ട്. Number 2, fast neutrons, രണ്ടാമത്തെ ക്ലാസ്. Neutrons having energy in between 1 keV and 10 MeV are called fast neutrons. അതായത് എനർജി കൂടുതൽ, ഇപ്പോൾ 1 keV താഴെയാണെങ്കിലാണ് സ്ലോ ന്യൂട്രോൺസ്. അതിന് മുകളിൽ 1 തൊട്ട് 10 MeV വരെ എനർജിയുള്ള ന്യൂട്രോൺസ് ഉണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ന്യൂട്രോൺസ്. പിന്നെ മോഡറേറ്റേഴ്സ്. നമ്മൾ ഈ മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നതാണ്. അതിവിടെ ഫാസ്റ്റ് ന്യൂട്രോൺസ് വന്നതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കൂടെ പറഞ്ഞാൽ മതി, അവിടെയും ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. മോഡറേറ്റേഴ്സ് ഫാസ്റ്റ് ന്യൂട്രോൺസിനെ സ്ലോ ന്യൂട്രോൺസ് ആക്കുന്ന ഡിവൈസുകളാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ നമുക്ക് സ്ലോ ന്യൂട്രോൺസ് മതി. ഇപ്പോൾ സാധാരണ ന്യൂട്രോൺസ് ഫാസ്റ്റായിരിക്കും. അതിനെ സ്ലോ ആയിട്ട് മാറ്റണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് മോഡറേറ്റേഴ്സ്. Fast neutrons can be slowed down by passing through moderators like graphite or beryllium. Fast neutrons can be slowed down by passing through moderators like graphite or beryllium. Graphite, beryllium പോലെയുള്ള വസ്തുക്കളിനകത്തുകൂടി നമ്മൾ ഫാസ്റ്റ് ന്യൂട്രോൺസിനെ അയച്ചാൽ അത് സ്ലോ ആയിട്ട് മാറും. These substances are called moderators. ഇവയെ നമ്മൾ മോഡറേറ്റർ എന്ന് വിളിക്കും. ന്യൂട്രോൺസ് ആർ സ്ലോഡ് ബൈ കൊളീഷൻ വിത്ത് ദി ന്യൂക്ലിയൈ ഓഫ് ദീസ് മെറ്റീരിയൽസ്. ന്യൂട്രോൺസ് ഇത്തരം വസ്തുക്കളുടെ ന്യൂക്ലിയായിട്ട് കൊളൈഡ് ചെയ്യും. ഡ്യൂറിങ് കൊളീഷൻ ദേ ലൂസ് എനർജി. ലൂസ് സൈഡിലുണ്ട്. ഡ്യൂറിങ് കൊളീഷൻ ദേ ലൂസ് എനർജി ആൻഡ് ദസ് സ്ലോ ഡൗൺ. അപ്പോൾ ഈ ആറ്റമുകളുടെ ന്യൂക്ലിയസുമായിട്ട് ഇവ കൊളൈഡ് ചെയ്യുമ്പോൾ ഈ ന്യൂട്രോൺസിൻ്റെ എനർജി കുറഞ്ഞ് ലൂസ് എനർജി ആൻഡ് ദേ ആർ സ്ലോഡ് ഡൗൺ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഗീവ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂട്രോൺസ് ഓർ വാട്ട് ആർ തെർമൽ ന്യൂട്രോൺസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ എല്ലാം എഴുതണം. വാട്ട് ആർ തെർമൽ ന്യൂട്രോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമൽ ന്യൂട്രോൺ എഴുതിയാൽ മതി. അതിൻ്റെ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി അതുകൂടി ഒന്ന് കാണിച്ചു കൊള്ളണം. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് എ മോഡറേറ്റർ ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ. ഇവിടെ മോഡറേറ്റർ നമ്മൾ പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. ഗ്രാഫൈറ്റ്, ബെറിലിയം പോലെയുള്ളതെല്ലാം മോഡറേറ്ററാണ്. ഹെവി വാട്ടറൊക്കെ ഉണ്ട്, അത് പുറകെ പഠിക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്താണെന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. കോമ്പൗണ്ട് ന്യൂക്ലിയസ് എല്ലാ ന്യൂക്ലിയർ റിയാക്ഷനിലും ഒരു ഇൻ്റർമീഡിയറ്റ് ന്യൂക്ലിയസ് ഫോം ചെയ്യും, ഹെവി ന്യൂക്ലിയസ്. അതിനെ നമ്മൾ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറയും. അതൊന്ന് വിശദമായിട്ട് പറയുകയാണ്. വാട്ട്സ് എ കോമ്പൗണ്ട് ന്യൂക്ലിയസ്. അതിനൊരു ചെറിയൊരു തിയറി പോലെ ഒരു പാർട്ടുണ്ട്. അത് ബോൾസ് തിയറി ഓഫ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്നാണ്. തിയറി ആയിട്ടൊന്നുമില്ല, സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഓർ ബോർ തിയറി ഓഫ് കോമ്പൗണ്ട് ന്യൂക്ലിയസ്. Definition: a common nucleus is a temporary excited state of a nucleus that occur upon collision of two particles. രണ്ട് പാർട്ടിക്കിൾ, ഒരു ന്യൂക്ലിയസും ഒരു പ്രൊജക്ടൈലും, ഒരു ടാർഗറ്റും ഒരു പ്രൊജക്ടൈലും, രണ്ട് പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടിയാൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അല്പനേരത്തേക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റാണ് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ്. A compound nucleus is a temporary excited state of nucleus that occurs upon collision of two particles. രണ്ട് പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി ന്യൂക്ലിയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. യു സി ദ എക്സാമ്പിൾ ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോർമേഷൻ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്മുട്ടേഷൻ ഇക്വേഷൻ. 13Al27 plus 1H1 gives 14Si28 star, that is the common nucleus. That again splits to 12M24 and alpha particle, and also there is some Q. Q is not marked here, that is understood. So here a nuclear reaction is written. In between there is 14Si28 star, which is a nuclear isomer
of silicon, and that is a compound nucleus. In this reaction, 14Si28 star is the common nucleus. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു മൊമെൻ്ററി ഹെവി ന്യൂക്ലിയസ് അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ന്യൂക്ലിയസ്. ഈ ഇക്വേഷനകത്ത് 14Si28 സ്റ്റാർ ആണ് കോമൺ ന്യൂക്ലിയസ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നീട് മെഗ്നീഷ്യമായിട്ടും ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ന്യൂക്ലിയസുമായിട്ട് മാറും. അപ്പോൾ അതിന് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ ഫോർമേഷനെക്കുറിച്ച് ബോർ പറഞ്ഞൊരു കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്. In 1936, Bohr proposed that the proton and neutrons in the common nucleus should be considered as a strongly coupled system of particles. In 1930s, Bohr proposed that the protons and neutrons in the common nucleus should be considered as a strongly coupled system of particles. അപ്പോൾ ഒരു കോമൺ ന്യൂക്ലിയസിനകത്ത് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒരു കപ്പിൾഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസാണ്. കോമ്പൗണ്ട് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഒരു കപ്പിൾഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് ബോർ പറയും 1936. ഇറ്റ് ഈസ് ഇൻ എ ക്ലോസ് analogy, it is in a close analogy to molecules making up of a liquid drop. ഏത് രീതിയിൽ ചെറിയ തുള്ളികൾ ചേർന്ന ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടാകും, അതേ മോഡൽ കപ്പിൾഡ് ആയിട്ടാണ് ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ഇരിക്കുന്നത്. Bohr explained nuclear reaction as a two-stage process comprising of formation of relatively large-lived intermediate nucleus, long-lived intermediate nucleus, and its subsequent decay. Bohr explained nuclear reaction as a two-stage process comprising the formation of relatively long-lived intermediate nucleus, that is common nucleus, and subsequent decay. ബോർ പറഞ്ഞത് രണ്ട് പാർട്ടികൾ കൂടിച്ചേർന്നാൽ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകും, അതൊരു ഇൻ്റർമീഡിയറ്റ് ന്യൂക്ലിയസ് ആണ്, അത് പിന്നീട് ഡീക്കേ ചെയ്യും. ഫസ്റ്റ് എ ബോംബാർഡിംഗ് പാർട്ടിക്കിൾ ലൂസ് ഓൾ ഓഫ് ഇറ്റ്സ് എനർജി ടു ദ ടാർഗറ്റ് ന്യൂക്ലിയസ് and becomes an integral part of the newly formed common nucleus. അപ്പോൾ നമ്മൾ ടാർഗറ്റിലേക്ക് ഒരു പ്രൊജക്റ്റ് അയച്ചു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൽ അതിൻ്റെ എനർജി എല്ലാം കളഞ്ഞിട്ട് ടാർഗറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. അവർ രണ്ടും ചേർന്നാണ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഈസ് ഹൈലി എക്സൈറ്റഡ് ആൻഡ് അൺസ്റ്റേബിൾ. കോമ്പൗണ്ട് ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാർട്ട് കാണിക്കും, അത് ഹൈലി എക്സൈറ്റഡും അൺസ്റ്റേബിളുമാണ്. സെക്കൻഡ് സ്റ്റേജാണ്, സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് ആഫ്റ്റർ സം ടൈം 10 to 90 seconds ഇത് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഡിസൻറ്റഗ്രേറ്റ്സ് യൂഷ്വലി ഇൻ ടു എ പ്രൊഡക്റ്റ് ന്യൂക്ലിയസ് ആൻഡ് ഔട്ട്ഗോയിങ് പാർട്ടിക്കിൾ. ഒരു 10-19 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഡിക്കേ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ന്യൂക്ലിയസും അതുപോലെ ഔട്ട് ഗോയിങ് പാർട്ടിക്കിളും കിട്ടും. The compound nucleus given in the above equation, നമ്മൾ ആ സിലിക്കൺ കണ്ടല്ലോ, the common nucleus given in the above reaction can decay several other particles as shown below. അപ്പോൾ ഈ 14 സിലിക്കൺ 28 സ്റ്റാർ എന്നുള്ളത് ഒരു ഡിക്കേ മാത്രമല്ല, പല ഡിക്കേ സംഭവിക്കും. അതിൻ്റെ അതിൻ്റെ അനുപാത എനർജി കൊണ്ട് അത് വെച്ചിട്ട് പലതരത്തിൽ ഡിക്കേ ചെയ്യാം. ആ കോമ്പൗണ്ട് ന്യൂക്ലിയസിൻ്റെ വിവിധ ഡിക്കേ നമ്മൾ കാണിക്കാൻ ഇവിടെ. ഓൾ ദീസ് ഡിപ്പെൻഡ് ഓൺ ദി ലെവൽസ് ഓഫ് എനർജി ഓഫ് ദി കോമ്പൗണ്ട് ന്യൂക്ലിയസ്. അപ്പോൾ കോമ്പൗണ്ട് ന്യൂക്ലിയസിന് എത്രമാത്രം എനർജി ഉണ്ട്, ആ എനർജി അനുസരിച്ചിട്ടാണ് അത് ഡിക്കേ ചെയ്യുന്നത്. പല ഡിക്കേ സ്കീമാണുള്ളത്. എങ്ങനെയാണെന്ന് നോക്കുക. ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഹാസ് എ വെരി ലാർജ് നമ്പർ ഓഫ് റെസൊണൻസ് എനർജി ലെവൽസ്. ഇപ്പോൾ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഐസോമറാണ്, അതിന് പല ഡിഫറൻ്റ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റുകളാണ്. ഈ എനർജി സ്റ്റേറ്റുകൾ വെച്ചിട്ട് അത് പലതരത്തിൽ ഡീക്കേ ചെയ്യാം.
You see the examples. കണ്ട ഒരേ ന്യൂക്ലിയസ് തന്നെ, ഒരേ കോമൺ ന്യൂക്ലിയസ് തന്നെ വ്യത്യസ്തമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്, വ്യത്യസ്തമായിട്ട് ഡിക്കേ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഡിക്കേ ആണെന്ന് നോക്കിയാൽ, നമ്പർ 1 14 star Si-28 gives a 12mg24 plus 2G4. നമ്മൾ മുകളിൽ കാണിച്ചത് അതൊരു പ്രത്യേക എനർജി സ്റ്റേറ്റിലാണ് സംഭവിക്കുന്നത്. മറ്റൊരു എനർജി സ്റ്റേറ്റിൽ എക്സൈറ്റഡ് ന്യൂക്ലിയസ് ഈ 14 Si-28 സ്റ്റാർ ദാറ്റ് വിൽ ഗിവ് 14 Si-27 plus 0 N1 ന്യൂട്രോൺ ഉണ്ടാകും. ന്യൂട്രോൺ എമിറ്ററായിട്ട് മാറും. 14 Si-28 സ്റ്റാർ അഗൈൻ ഗിവ്സ് 14 Si-28 പ്ലസ് ഗാമ. അങ്ങനെ ഡിക്കേ സംഭവിക്കുക. ഇവിടെ ഗാമയാണ് എമിറ്റഡ് റേഡിയേഷൻ. ഇനി 14 Si-28 സ്റ്റാർ ഗിവ്സ് 11N24 പ്ലസ് 1H1 അത് പ്രോട്ടോൺ ഒരു പ്രോട്ടോൺ അല്ല, 3 3 പ്രോട്ടോൺ. 3 ആയാലും ഇക്വേഷൻ ബാലൻസ്ഡ് ആവിടെ. എല്ലാ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നോക്കി, ഇപ്പുറത്ത് 14 ഉണ്ട്, 14 ഉണ്ട്, ഇവിടെ 11 പ്ലസ് 3 വരണം. അപ്പോൾ 3 1H1 പ്ലസ് ന്യൂട്രോൺ. അപ്പോൾ അതും 11 3 14. ടോപ്പിൽ 28 പ്ലസ് 24 പ്ലസ് 3 പ്ലസ് 1 28 കിട്ടും. ന്യൂട്രോൻ്റെ 1 കൂട്ടണം. അപ്പോൾ നോക്കൂ, ഈ 14 Si-28 എന്ന് പറയുന്ന ഒരു കോമൺ ന്യൂക്ലിയസ് വ്യത്യസ്തമായ തലത്തിൽ ഡീക്കേ ചെയ്യും. ഇവയിൽ ആശ്രയിക്കുന്നത് ആ കോമൺ ന്യൂക്ലിയസിൻ്റെ എനർജിയാണ്. ദ സെയിം കോമൺ ന്യൂക്ലിയസ് ക്യാൻ ഡിക്കേ ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ആസ് ഷോൺ ഹിയർ. Here 14 Si-28 can become magnesium, silicon 28, then sodium, etc. That is the splitting form scheme of a common nucleus. That is all with your 29th lecture on nuclear and particle physics. In the next class we start a new chapter. Thank you very much.